വിനോദട്ടാ, അപ്പൊ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാറ്റവും ഇല്ല കേട്ടാ. അയ്യോ 2 ദിവസത്തെ വർക്കല്ലേ, നമ്മള് പൊളിക്കും. ഞാൻ അഡ്വാൻസ് ഇന്ന് തന്നെ വാങ്ങിച്ചു തരും. നന്നായിട്ട് വർക്ക് ചെയ്തോളണം. ചെയ്യും. ഇങ്ങോട്ട് വന്നേ. ക്ലയന്റിന്റെ വായിന്ന് തെറി എളുപ്പിക്കരുതോട്ടാ. അയ്യോ എന്റെ ലക്കി മോളെ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അതന്നെ എന്റെ ടെൻഷൻ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് ആരെയാ? ആരെയാ? നമ്മുടെ അവിനാശിനെ. മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീമും എന്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം നോക്കി നടത്താൻ വിനോദേട്ടനും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട്. അതാണ് എന്റെ ഒരു പേടി. നന്നായിട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്ക് കൊള്ളും. വേറെ വർക്ക് വരാനുള്ളതാ, അത് ഓർത്താ മതി. എല്ലാ വർക്കും അങ്ങ് പോന്നോട്ടെ. പിന്നെ ഞാൻ എക്യുപ്മെന്റ് ലിസ്റ്റ് വായിക്കാം. ഇനി മാറ്റൊന്നുമില്ല. ഇത് 5-6 തവണ വായിച്ചതല്ലേ, എല്ലാം എന്റെ മനസ്സിലുണ്ട്. നിങ്ങളായതുകൊണ്ട് എന്റെ പേടി. എന്റെ ഒരു ധൈര്യത്തിന് ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്യട്ടെ. ഇതാ കേക്ക്. ഒരു 1DX ക്യാം, സ്റ്റഡി ക്യാം, ഹെലി ക്യാം. ഇവിടെ ശ്രദ്ധിക്ക്. ഞാനിതെല്ലാം മനസ്സിൽ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയെന്ന്. നീ അതെല്ലാം കൊണ്ട് കളഞ്ഞു. 1DX, സ്റ്റഡി ക്യാം, ഹെലി ക്യാം, ക്യാമറമാൻ ബാറ്റ, അക്കോമഡേഷൻ, സേവ് ദ ഡേറ്റ് വീഡിയോ, കല്യാണം 2 days, ഡിജിറ്റൽ പേജ് ആൽബം. ഓക്കെ, എല്ലാം കൂടെ 5.20. ഓക്കെ അല്ലേ? റേറ്റിന്റെ കാര്യത്തിലാണ് ഒരു ചെറിയ ബുദ്ധിമുട്ട്. ലക്കി മോള് കൊണ്ടുവന്ന വർക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി. ഇനി ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, എന്റെ കമ്മീഷൻ അത് അഡ്വാൻസ് ചെക്ക് മാറിക്കഴിഞ്ഞാൽ ഉടനെ എന്റെ പോക്കറ്റിലോട്ട് കൃത്യമായിട്ട് ഇടണം. ഇല്ലെങ്കിലേ വർക്ക് ഇനി വരണത് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കും. തമാശ ഒന്നല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ചെക്കുമാറി വരട്ടെ, എന്നിട്ട് ഞാൻ ഇട്ട് തരാം. മോള് ദേഷ്യത്തിന്റെ പുറത്ത് പോലും വർക്ക് വെളിയിലാർക്കും കൊടുക്കരുത്, എല്ലാം എനിക്ക് തരണം. പിന്നെ ഞാൻ ഓഫീസിലേക്ക് ചെല്ലുക, ഇത് കാണിച്ചിട്ട് വേണം അപ്രൂവൽ വാങ്ങിക്കാൻ. ഓക്കെ, അപ്പൊ മറക്കണ്ടാന്ന്. എന്ത് ഒന്നും. വിനോദേട്ടാ, സ്റ്റഡിക്കാ, ഹെലിക്കാ. എനിക്ക് വർക്ക് എന്നോളായി പോയി, അല്ലെങ്കിൽ ഞാൻ ചവിട്ടുകുട്ടിയാണ്. ആടാ, നീ എവിടെയാ? ഞാൻ ഇവിടെ വീട്ടില്. അല്ല, നീ രാവിലെ എവിടെ പോയതാ? അതാ, അത് ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഓ, അല്ല നീ എന്താ വിളിച്ചേ? അതെ, വേറൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിന്റെ വെഡിങ് ഇവന്റ് വന്നിട്ടുണ്ട്. ബ്ലോസം ടീം എന്നെ പല തവണ വിളിച്ചതാ. പിന്നെ നീ കുറെ കാലായില്ലേ വർക്ക് വേണമെന്ന് പറഞ്ഞ് വിളിക്കണ്. അതുകൊണ്ട് ഞാൻ വർക്ക് വിനോദേട്ടന് കൊടുത്തിട്ടുണ്ട്. ആണോ? താങ്ക്സ് ഡാ. പുള്ളി ഫുൾ ടൈം ദാരിദ്ര്യം പറിച്ചില്ലായിരുന്നു. ഇപ്പൊ ഹാപ്പി ആയിക്കോളൂ. എന്തെങ്കിലും ആവട്ടെ. പിന്നെ നിന്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ കമ്മീഷൻ എനിക്ക് വേണം. എനിക്ക് പുള്ളിനോട് അങ്ങനെ കമ്മീഷൻ ചോദിക്കാൻ പറ്റില്ലല്ലോ. കമ്മീഷനോ? ശരി ശരി ശരി, അതൊക്കെ ശരിയാക്കാം. അപ്പൊ ഓക്കെ, വൈകുന്നേരം കാണാം. പിന്നെ വിനോദേട്ടനോട് പറയണ്ട, പുള്ളിക്ക് എന്താ തോന്നുക. ഓക്കെ, അതാട്ടാ. ശരി, എന്നാ ബൈ. ഓക്കെടാ. എടാ, ലക്കി വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ശ്രദ്ധിച്ചോ? മെലിഞ്ഞല്ലേ? എടാ, അത് വീട്ടിൽ ടെൻഷനും ഫുഡൊന്നും കറക്റ്റായി കഴിച്ചിട്ടുണ്ടാവില്ല. കുറച്ച് നമ്മുടെ വേവിച്ച് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഇങ്ങനെ തടിച്ചു വരും. അതല്ല, അവൾക്കേ ഈ ഇടയ്ക്കായിട്ട് പൈസയോട് ചെറിയൊരു ആക്രാന്തം ഉണ്ടോന്നൊരു ഡൗട്ട്. എന്തോ പൈസക്ക് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ വന്നു? എടാ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവള് ഡെയിലി വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഓൺലൈനിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാറുണ്ട്. അതുകൂടാതെ നമ്മുടെ ജോസഫ് ഏട്ടന് ക്യാൻറ്റീൻ നടത്താൻ കൊടുത്തില്ലേ അവളുടെ ഓഫീസിലാണ്, അതിന്റെ കമ്മീഷൻ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അവൾ അവിടുത്തെ വർക്ക്സ് തന്നെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അതിന്റെ കമ്മീഷൻ മേടിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അവൾ എന്നെ വിളിച്ചിട്ട് എനിക്കൊരു വർക്ക് തന്നിട്ട് അതിന്റെ കമ്മീഷനും ആക്ച്വലി ചോദിച്ചു. പക്ഷെ അതേസമയം അത് വിനോദേട്ടന് അറിയണ്ടെന്നും പറഞ്ഞു. അതെന്താണ്? എടാ, അത് കമ്മീഷൻ ഇപ്പം എന്തായാലും വിനോദേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എടാ, അതാണ്. 2 ദിവസം മുമ്പ് ഇവൾ ഇതേ വർക്കിന്റെ കാര്യം വിനോദേട്ടനോട് സംസാരിച്ചിട്ട് അതിന്റെ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്ന് എന്നോട് പറഞ്ഞില്ല, ഞാൻ ഇന്നാണ് അറിയുന്നത്. എന്താണ് അങ്ങനെ? അതല്ല ഞാനും പറഞ്ഞത്. ഒന്നാമത് സാമും ദിവ്യയും കൂടി തുടങ്ങാൻ പോകുന്ന പുതിയ ബിസിനസ് ഇല്ലേ, എടാ അതിന്റെ മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനും കമ്മീഷൻ ചോദിച്ചവള്. ഇതൊക്കെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടോ? അതല്ലേ പറഞ്ഞത്. നീ ഇപ്പൊ എന്തായാലും പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, മനസ്സിൽ വെച്ചാൽ മതി. അല്ല, നീ ഇന്ന് എവിടെയെങ്കിലും പോകുന്നതാ? ഞാനാ നീ ചോദിച്ചു നന്നായി. എടാ, എനിക്കെന്തൊരു പുതിയ പ്രൊഡ്യൂസറായിട്ട് മീറ്റിംഗ്. അപ്പൊ പഴയ പ്രൊഡ്യൂസർ എന്തായി? എടാ, അയാളുടെ എന്തൊക്കെ ഫിനാൻഷ്യൽ പ്രശ്നം, അയാൾക്ക് പടം ചെയ്യാൻ പറ്റില്ല. അടിപൊളി, പോയിട്ട് വേണ്ട. ഓൾ ദ ബെസ്റ്റ്. അല്ല, നീയും വരണം. ഞാൻ എന്തിനാണ് വരുന്നത്? എടാ, നീ കഥ മുഴുവൻ കേട്ടതല്ലേ, അപ്പൊ ഇടയ്ക്കിടെ സ്റ്റക്കായി പോയ ഒരു സപ്പോർട്ടിന് വേണം.
മോനെ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ലല്ലേ? അപ്പൊ നീ വരുമല്ലേ? വരാം, പക്ഷെ ഇത് എന്നെ കൊണ്ട് കഥയൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുതട്ടാ. നമ്മൾ പോകുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ ഓക്കെ. ആ വേഗം തേക്ക്, എൻ്റെ ഡ്രസ്സും തെച്ചോ. ഇതൊന്നും ശരിയാവൂല. അതെന്താ ശരിയാകാത്തത്? ഇതിലേതെങ്കിലും ഒരു പേര് മതി. അയ്യേ, ഇതൊന്നും ഒരു സ്റ്റോറിന് ഇടാൻ പറ്റിയ പേരൊന്നും അല്ല. ഈ പേരെന്താ ഒരു കുഴപ്പം? നോക്കിടി ഏജ്, ഇതൊന്ന് നോക്കിക്കേ. മാസോൺ, മാനോസ്, ഓൺ മാസ്, നോസ് മാസ്, സോൺ മാസ്, മരണമാസ് മാത്രമില്ല. എന്താണ് അതൊക്കെ? ഇതൊക്കെ സാംസങ്ങിന്റെ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ടിരിക്കുക. അയ്യ, അത് ഭയങ്കര ബോറായിരിക്കും. എന്ത് പോറ്? ഈ സ്റ്റോർ തുടങ്ങാൻ എൻ്റെ ഐഡിയ അല്ലേ? അപ്പൊ പേര് എൻ്റെ തന്നെ മതി. എന്നാ പിന്നെ മാന്യമായിട്ട് സാംസങ് സ്റ്റോർസ്. അത് കൊള്ളാലോ. പറ്റില്ല. അയ്യടാ, അപ്പൊ ഇത് തുടങ്ങുന്നതിൽ എനിക്കൊരു പങ്കുമില്ലേ? ആ കാര്യം നീ മറക്കരുത് സമയം. മറന്നിട്ടൊന്നുമല്ല, 50% പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നുണ്ട്. 50% പ്രോഫിറ്റ് ഷെയർ ആയിരുന്നുണ്ട്. പിന്നെ നമ്മളധികം ബലം പഠിക്കണം. എന്റെ DAG, ഇത് പ്രോഫിറ്റ് ഷെയറിന്റെ കാര്യമൊന്നും അല്ല. നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിന് അതിന്റേതായ ഐഡന്റിറ്റി ഒക്കെ വേണ്ടേ? ഐഡന്റിറ്റി വേണം. അറ്റ്ലീസ്റ്റ് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് എങ്കിലും വേണ്ടേ? മ്യൂച്വൽ റെസ്പെക്ട് വേണം. പിന്നെ ഞാൻ പറയുന്ന പേരും കൂടെ ഒന്ന് കൺസിഡർ ചെയ്താ എന്താ ഇവള് പറയുന്ന പേരും കൂടെ ഒന്ന് കൺസിഡർ ചെയ്താല്? ഞാൻ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിന് എന്ത് പേരിടണമെന്നുള്ളത് ഞാൻ പണ്ടേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അയ്യോ, പിഞ്ച് കുഞ്ഞായിരുന്നപ്പോ തൊട്ട് ലിസ്റ്റാക്കി വെച്ചാണ്. പാവം. അതാണ്. അതിന് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, പേപ്പറിൽ എഴുതി വെച്ചിട്ടല്ലേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓ, അങ്ങനെയാണ് ഇഷ്ടംപോലെ മാറ്റാലോ. സാമേ, ദിവ്യ പറഞ്ഞാലും കാര്യമുണ്ട്. എന്റെ DAG നിനക്ക് എന്തിന്റെ കേടാണ്? നീ എന്തിനാ വീണ്ടും ഒരു രീതിയിലാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ, ഞാൻ ഇവരുടെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കല്ലേ. എന്നെ സോൾവ് ചെയ്യാൻ ഞാൻ കാണുന്നുണ്ട്. അല്ല, ആക്ച്വലി ഇവിടെ എന്താ പ്രശ്നം? കമ്പനിക്ക് ഒരു പേര് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു പേര് പറയട്ടെ. എന്താ പേര്? നാഷ് വിൻ സ്റ്റോഴ്സ്. എങ്ങനെയുണ്ട്? നാശവി. ഇത് അവിനാശ് തിരിച്ചിട്ടുള്ള നിന്റെ പേരാണത്. ചെറുതായിട്ട്, പക്ഷെ പെട്ടെന്ന് ഇട്ട തോന്നില്ലല്ലോ. ഇതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്നാ പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ ആലോചിച്ചുണ്ടാക്കും. എടാ, നിനക്ക് പ്രൊഡ്യൂസറിനെ കാണാൻ പോകണ്ടേ? അയ്യോ, പ്രൊഡ്യൂസർ കാണാൻ പോണോ? നിങ്ങൾ രണ്ടുപേരും കൂടിയേ തുടങ്ങാത്ത കമ്പനിയുടെ പേരാലോചിച്ച് തമ്മി തല്ലിച്ചാണ്. ബാ, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. പ്രൊഡ്യൂസർ പോയാൽ എൻ്റെ അമ്മ വരുന്നല്ലോ. അതെന്തായാലും കൊള്ളാം. നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ ടൈറ്റിൽ DAG തന്നെ മതി. വെറൈറ്റി ആയിരിക്കും. അല്ല സാർ, പക്ഷെ കഥ ഒന്ന് കേൾക്കുമ്പോഴും ചെയ്യാതെ. ലുക്ക് മിസ്റ്റർ DAG, ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. എൻ്റെ മുഖത്തും ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ? ഉണ്ട് സാർ. നിങ്ങളുടെ മുഖത്തും ആ പോസിറ്റീവ് എനർജി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്തും ആ പോസിറ്റീവ് എനർജി വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ? അതാണ് കറക്റ്റ്. അല്ല, നിങ്ങളാരാ? ഇത് അവിനാഷ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആഡ് ഫിലിം മേക്കർ. ഓ, ഡയറക്ടറൊക്കെ ആയിട്ട് നടക്കുകയാണ്. അങ്ങനെയല്ല, എൻ്റെ സുഹൃത്താണ്. പിന്നെ ഞാൻ ഈ സബ്ജക്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പുള്ളിയായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ കഥ പറയുമ്പോൾ എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ, ഞാൻ ഈ സിനിമാ പാരമ്പര്യം ഉള്ള ആളൊന്നുമല്ല. ഞാൻ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് കുറെ കാശൊക്കെ ഉണ്ടായി. പക്ഷേ ഒരു പേരില്ല. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഈ ചാരിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേര് വരും. അങ്ങനെ ചാരിറ്റി ചെയ്തു, കുറെ ഫ്ലെക്സ് വെച്ചു, കുറെ കാശ് പോയെന്നല്ലാതെ ഒന്നും നടന്നില്ല. പിന്നെ വേറെ കുറെ പേര് പറഞ്ഞു സിനിമ എടുത്ത പേര്. അത് വളരെ നല്ലൊരു തീരുമാനമാണ് സാർ. ഞാനത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പടം അവിനാശ് സംവിധാനം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത് പൊട്ടിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടല്ലോ. പൊട്ടിയാലും കുഴപ്പമില്ല. നിങ്ങൾ കഥ പറയാം. കഥ പറയാം. പൊട്ടിയാലും കുഴപ്പമില്ല.